ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 ഹിന്ദി കോഴ്സ് ബിയിലെ സ്പർശ് ഭാഗ് 2 ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സാഖിയാണ്. ഓക്കെ, ഈ സാഖി എന്ന് പറയുന്ന ചാപ്റ്റർ എഴുതിയിരുന്ന ആരാണ് എല്ലാവർക്കും അറിയാം, സന്ത് കബീർ ആണ്. ഓക്കെ, കബീർ എന്ന് പറയുന്ന ഒരു സെയിന്റ് ആണ് ഈ ഒരു സാഖി എന്ന് പറയുന്ന ചാപ്റ്റർ എഴുതിയിരിക്കുന്നത്. അപ്പൊ കുറെ പേർക്കെങ്കിലും ഉള്ളൊരു ഡൗട്ട് ആയിരിക്കും, എന്താണ് സാഖി? നമ്മൾ ഇങ്ങനെ പറയുന്ന ആദ്യത്തെ സാഖി, രണ്ടാമത്തെ സാഖി, അങ്ങനെ മൊത്തത്തിൽ 8 സാഖികളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് സാഖി എന്ന് പഠിക്കും. അതിനുശേഷം എല്ലാ സാഖികളുടെയും ഒരു വേർഡ് ബൈ വേർഡ് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതായത് എന്താണ് വാക്കുകളുടേതായിട്ടുള്ള അർത്ഥങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ ഈ ഒരു സാഖി എന്താണ് നമ്മുടെ കബീർ ഇവിടെ പറയുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്, മനസ്സിലാക്കുക. കുറെ പേർക്ക് മനസ്സിലാവാത്ത കുറെ അധികം വാക്കുകൾ, ഐഡിയാസ് എല്ലാം ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കാനാണ് പോകുന്നത്. അപ്പൊ ആദ്യത്തെ സാഖി ഇതാണ്: ऐसी वाणी बोलिए मन का आपा खोई अपना तन शीतल करे औरन को सुख हुई. ഓക്കെ, ഈ ഭാഷ കണ്ടാൽ അറിയാം. നമ്മള് എന്താണ് കബീറിന്റെ ഭാഷ നമുക്കറിയാം. 5 വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾ, വ്യത്യസ്തമായിട്ടുള്ള ബോലികൾ, ഓക്കെ, ബോലികൾ ചേർന്നിട്ടുള്ള രീതിയിലാണ് പണ്ട് കബീർ ഈ സാഖികളെല്ലാം എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മുടെ പാഠപ്രവേശത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് നോക്ക്: ऐसी ബാണി ബോലിയെ. വാണി എന്ന് പറഞ്ഞാൽ നമ്മൾ വാണി എന്ന് പറയില്ലേ, ആകാശവാണി എന്ന് പറയും. എന്താണ് വാണി? വാണി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ്, നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളാണ്. ഓക്കെ, ബോലിയെ എന്ന് വെച്ചാൽ നമുക്കറിയാം പറയുക എന്നുള്ളതാണ്. മൻ എന്ന് പറഞ്ഞാൽ അറിയാം, മനസ്സ്. ആപ്പ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ അഹം എന്നാണ് ഇവിടെ മീനിങ് കൊടുത്തിരിക്കുന്നത്, കണ്ടോ? അഹം എന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ ഒരു കാര്യം അറിയായിരിക്കും. അഹം ഭാവം എന്ന് വെച്ചാൽ എന്താ? ഞാൻ എന്ന ഭാവം. അഹം എന്ന് വെച്ചാൽ ഞാൻ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ അഹങ്കാരം എന്നുള്ള രീതിയിലാണ് ഇവിടെ ആപ്പ എന്നുള്ള വാക്ക് കൊടുത്തിരിക്കുന്നത്. ആപ്പയുടെ അർത്ഥം അഹം എന്നാണ്, അല്ലെങ്കിൽ ഒരു അഹങ്കാരം എന്നുള്ള രീതി, നമ്മുടെ മനസ്സിനകത്തുള്ള അഹങ്കാരത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ ഖോയി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ ത്യാഗ് കർണ എന്ന് കൊടുത്തിട്ടുണ്ട്. ത്യജിക്കുക അല്ലെങ്കിൽ കളയുക എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, ഉപേക്ഷിക്കുക. അപ്നാ തൻ ശീതൽ കരേ. തൻ എന്ന് പറഞ്ഞ എന്താണ്? ശരീരമാണ്. ആൻഡ് ശീതൾ എന്ന് പറഞ്ഞാല് ആക്ച്വലി ശീതൾ എന്നാണ് ഇവിടെ അർത്ഥം. ഇവിടെ കൊടുത്തേക്കുന്നുണ്ട് ശീതൾ എന്ന് വെച്ചാൽ നമുക്കറിയാം തണുത്ത അല്ലെങ്കിൽ തണുപ്പ് എന്നുള്ള ഒരു അർത്ഥമാണ്. അപ്പം അപ്നാ തൻ ശീതൾ കരേ. ശീതൾ എന്ന് പറഞ്ഞാല് ഇവിടെ ഒരു നല്ലതാക്കുക, അങ്ങനത്തെ ഒരു അർത്ഥമാണ്. നല്ലത് എന്നൊരു അർത്ഥമാണ്, പരിശുദ്ധം, അങ്ങനത്തെ ഒരു അർത്ഥമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓരൻ കോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ദൂസരവും കോ എന്നാണ് കൊടുത്തിട്ടുള്ളത്, കണ്ടോ? ദൂസരോ കോ, മറ്റുള്ളവർക്ക്. സുഖ്, സുഖം, നമുക്കറിയാം. ഹോയി എന്ന് വെച്ചാൽ മോന. അപ്പൊ മൊത്തത്തിൽ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് ഏസി ബാണി ബോലിയെ, ഇങ്ങനത്തെ വാക്കുകൾ പറയാ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാ. എങ്ങനത്തെ കാര്യങ്ങൾ പറയാ? മൻക ആപ്പ ഖോയി, മനസ്സിലുള്ള അഹങ്കാരം എല്ലാം കളഞ്ഞിട്ട്, മനസ്സിലുള്ള അഹങ്കാരം എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇങ്ങനത്തെ വാക്കുകൾ പറയാ. എങ്ങനത്തെ വാക്കുകൾ? ജോ ഓരൻ കോ അല്ലെങ്കിൽ ദൂസറോ കോ സുഖ ഹോയി സുഖ ഹോന, മറ്റുള്ളവർക്ക് എന്താണ് സുഖം കിട്ടുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം പറയുക. ഓക്കെ, മനസ്സിലുള്ള എല്ലാ അഹങ്കാരവും കളഞ്ഞിട്ട് മറ്റുള്ളവരുടെ നന്മ മാത്രം പറയുക. അങ്ങനത്തെ വാക്കുകൾ മാത്രം പറയുക. ജോ അപ്ന തൻ ഭി ശീതൽ കരെ, നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും കൂടെ, നമുക്കും കൂടെ ഒരു സുഖം കിട്ടുന്ന രീതിയിൽ അങ്ങനത്തെ കാര്യങ്ങൾ പറയുക. അല്ല നമ്മൾ മറ്റുള്ളവരെ മോശം പറഞ്ഞാൽ അത് നമുക്കും മോശമാണ് എന്നുള്ള രീതിയിലാണ് കബീർ ഇവിടെ പറയുന്നത്. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാം. എസി ബാണി പോലെ മൻകാപ്ക ഖോയി, മനസ്സിലുള്ള അഹങ്കാരം എല്ലാം കളഞ്ഞിട്ട് എങ്ങനത്തെ കാര്യങ്ങൾ പറയാ? അപ്നാ തൻ ശീതൽ കരെ ഓരൻകോ സുഖോയി, മറ്റുള്ളവർക്ക് സുഖം ഉണ്ടാവുന്ന, നമ്മൾക്കും കൂടെ അതിൽ നിന്ന് എന്തെങ്കിലും എന്താണ് ഒരു ആശ്വാസം കിട്ടുന്ന, ഒരു തണുപ്പ് കിട്ടുന്ന പോലത്തെ കാര്യങ്ങൾ പറയുക എന്നാണ് കബീർ ഇവിടെ പറയുന്നത്. അടുത്ത സാഖി നോക്കാം, രണ്ടാമത്തെ സാഖി. മൊത്തം 8 സാഖിയാണ് നമുക്കുള്ളത്. ഇതെല്ലാം ഡിഫറെന്റ് സാഖികളാണ്. ഓക്കെ, വേഴ്സുകൾ എന്ന് പറയും നമ്മൾ. സാഖി എന്ന് പറയുന്ന വാക്ക് സാക്ഷി എന്ന് പറയുന്ന സംസ്കൃത് വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം നമുക്കറിയാം. സാക്ഷി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? കാണുക, വിറ്റ്നസ് എന്നാണല്ലേ പറയാ. അപ്പൊ ഈ സാക്ഷികളെല്ലാം എന്ന് പറഞ്ഞാല് കബീർ സ്വന്തം അനുഭവത്തിൽ നിന്ന്, പ്രത്യക്ഷ ജ്ഞാൻ അനുഭവത്തിൽ നിന്ന്
എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്, ഐഡിയാസ് ആണ്. ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ സാഖി എന്ന് വിളിക്കുന്നത്. 8 സാഖികളാണ് ഉള്ളത്. രണ്ടാമത്തെ സാഖിയാണ് കസ്തൂരി കുണ്ടലി ബസേ മൃഗ് ഢൂंढे ബൻ മാഹി ऐसे खटी खटी राम है ദുനിയാ ദേഖേ നാഹി. ഓക്കെ, കസ്തൂരി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അറോമാറ്റിക് സബ്സ്റ്റൻസ്, കുറച്ച് മണമുള്ള ഒരു എന്താണ് പദാർത്ഥമാണ്. ഈ സാധനം എവിടെ കാണുന്നതെന്ന് അറിയോ? കസ്തൂരി മാൻ എന്ന് കേട്ടിട്ടുണ്ട്? കസ്തൂരി മാൻ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് മെയിൽ മസ്ക് ഡിയർ ആണ്, മെയിൽ ആയിട്ടുള്ള ആണായിട്ടുള്ള ഒരു മാനാണ് മെയിൽ മസ്ക് ഡിയർ. അതിന്റെ നാഭി, കുണ്ടിലി എന്ന് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം നാഭി എന്നാണ്. നാഭി എന്ന് വെച്ചാൽ എന്താ? പൊക്കിൾ, ആ ഒരു ഭാഗത്തായിട്ടുള്ള ഒരു സാധനമാണ് കസ്തൂരി. കസ്തൂരി മാനിന്റെ പൊക്കിളിലുള്ള ഒരു സാധനമാണ് ഈ കസ്തൂരി എന്ന് പറയുന്നത്. അപ്പൊ കസ്തൂരി എവിടെയാണ്? എവിടെ ബസ്തേരത്തെ കസ്തൂരി എവിടെയാണ് ഇരിക്കുന്നത്? നാഭിയിലാണ് ഇരിക്കുന്നത്. ആൻഡ് മൃഗ് എന്ന് ഇവിടെ പറയുന്നത്, ഞാൻ ഇവിടെ ഹിരൺ എഴുതിയിട്ടുണ്ട്. യു ക്യാൻ സീ ദ പിക്ചർ. ഇതൊരു മാനിന്റെ പിക്ചറാണ്. ഇപ്പൊ ഹിന്ദിയിൽ ഹിരൺ എന്ന് പറഞ്ഞാൽ മാനാണ്. ഓക്കെ, അപ്പൊ ഇവിടെ മൃഗ് എന്ന് പറയുന്നത് ഇതൊരു സംസ്കൃത് വേർഡാണ്. സംസ്കൃതത്തിൽ മൃഗ് എന്ന് പറഞ്ഞാല് ഹിന്ദിയിൽ ഹിരൺ എന്നാണ് അർത്ഥം, അതായത് മാൻ എന്നാണ് അർത്ഥം. ഢൂंढे ബൻ മാഹി, ബൻ എന്നിവിടെ പറയുന്നത് നമ്മുടെ വനം, വൻ എന്ന് പറയുന്നതിന് പകരം ജംഗൽ, ഫോറസ്റ്റ് എന്ന് പറയുന്നതിന് പകരമാണ് അവിടെ ബൻ എന്ന് എഴുതിയിരിക്കുന്നത്. മാഹി എന്ന് പറഞ്ഞാൽ മേ, വൻ മേ, കാട്ടില്. മേ ഞാൻ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ എസേ ഖട്ടി ഖട്ടി, ഖട്ടി ഖട്ടി എന്ന് വെച്ചാല് കണ് കണ്, ഓരോ കണത്തിലും, ഓരോ നമ്മളിങ്ങനെ പറയില്ലേ തൂണിലും തുരുമ്പിലും അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഓരോ ആറ്റമിലും, അങ്ങനത്തെ ഒരു രീതിയിലാണ്. റാം ഹെ ദുനിയാ ദേഖേ നാഹി. അപ്പൊ ഇതിന്റെ ഒരു അർത്ഥം ഞാൻ പറഞ്ഞുതരാം. കസ്തൂരി കുണ്ടലി ബസേ മൃഗ് ഢൂंढे ബൻ മാഹി. അതായത് കസ്തൂരി സ്വന്തം നാഭിയിൽ വെച്ചിട്ട് മൃഗ്, നമ്മുടെ ആരാണ്? മാൻ, നമ്മുടെ ഹിരൺ എന്താണ്? വനത്തില് മുഴുവൻ ഢൂंढന, ഢൂंढന എന്ന് വെച്ചാൽ എന്താണ്? സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, നോക്കിക്കൊണ്ടിരിക്കുക, ഒരു സാധനം തപ്പിക്കൊണ്ടിരിക്കുക. അപ്പം മാൻ ഇങ്ങനെ കസ്തൂരിയുടെ മണം അടിച്ചിട്ട് അതിനറിയില്ല സ്വന്തം ശരീരത്തിൽ നിന്നാണ് ഇത് വരുന്നത്. ഇതിങ്ങനെ കാട് മുഴുവൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തപ്പിക്കൊണ്ട് നടക്കുന്നത് പോലെയാണ്. ആസേ ഖട്ടി ഖട്ടി രാമഹേ, നമ്മൾ പറയില്ലേ തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന്, അതുപോലെ ഓരോ ആറ്റത്തിലും, ഓരോ കണി ഓരോ കണത്തിലുമുള്ള നമ്മളുടെ റാം എന്നിവിടെ പറയുന്ന ഈശ്വരനെയാണ്. ഇവിടെ ഹരി, റാം എന്നൊക്കെ പറയുന്ന എല്ലാം ഈശ്വരനെ കുറിച്ചിട്ടാണ്. ആ ഈശ്വരനെ ദുനിയാ ദേഖേ നഹി, എന്താണ്? ലോകത്തുള്ള ആൾക്കാരെ, ലോകം, ദുനിയ എന്ന് പറയുന്നത് ലോകത്തിന് മാത്രമല്ല, ലോകത്തുള്ള ആൾക്കാരെയാണ്. അവർ കാണുന്നില്ല. ഈ മാൻ ഇങ്ങനെ കസ്തൂരി സ്വന്തം നാഭിയിൽ വെച്ചിട്ട് ഓടി നടക്കുന്ന പോലെയാണ് മനുഷ്യര്. അവര് എല്ലായിടത്തുള്ള ദൈവത്തിനെ കാണുന്നില്ല, അവര് ദൈവത്തിനെ തപ്പി നടക്കുകയാണ്. ഇതാണ് ആര് പറയുന്നത്? നമ്മുടെ കബീർ പറയുന്നത്. അതിന്റെ ഒരു ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. जब मैं था तब हरि नहीं, अब हरि है मैं नहीं, अब अंधियारा मिटी गया जब ദീപക് ദേഖ്യാ മാഹി. ഓക്കെ, ജബ് മേ ഥാ, മേ എന്നിവിടെ പറയുന്നത് ഞാൻ, മേ എന്ന അർത്ഥം ഞാൻ എന്നാണ് എന്ന് എനിക്കറിയാം. പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ സാഖിയിൽ മേ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ എന്ന ഭാവമാണ്. ഇവിടെ വീണ്ടും എന്താണ്? ഞാൻ എന്ന ഒരു അഹങ്കാരം, അതിനെയാണ് ഇവിടെ പറയുന്നത്. അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, കാണുന്നില്ലേ? തബ് ഹരി നഹി, ഹരി എന്ന് വെച്ചാൽ ഈശ്വരൻ. ഞാൻ ഇപ്പൊ ഈശ്വരന്റെ ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എവിടെയാണോ ഞാനുള്ളത് അത് ഞാൻ പറയാം മൊത്തത്തിൽ അർത്ഥം. ഞാൻ ജസ്റ്റ് ഒന്ന് വേർഡ് മീനിങ്സ് പറഞ്ഞുതരാം. അബ് ഹരി ഹെ മേ നഹി, ഇപ്പൊ എന്താണ്? ദൈവമുണ്ട്, അപ്പം ഞാൻ എന്നുള്ള ഭാവം ഇല്ല. സബ് അന്ധിയാര മിട്ടി ഗയ, അന്ധിയാര എന്ന് വെച്ചാൽ എന്താണ്? അന്ധകാരം, ഇരുട്ട്. ഓക്കെ, മിട്ടി ഗയ, ഇരുട്ട് മാറ്റുക എന്നുള്ള അർത്ഥമാണ്, ഇരുട്ട് കളയുക. ജബ് ദീപക് എന്താ? വിളക്ക്. ദേഖ്യാ മാഹി, ഓക്കെ, ദേഖ്ന അങ്ങനത്തെ ഒരു അർത്ഥം. അപ്പൊ ജബ് മേ ഥാ തബ് ഹരി നഹി, അബ് ഹരി ഹെ മേ നഹി. എവിടെയാണോ ഞാനുള്ളത്, അല്ലെങ്കിൽ എവിടെയാണോ ഞാൻ എന്ന ഭാവമുള്ളത്, അഹങ്കാരമുള്ളത്, അവിടെ ഹരി നഹി, അവിടെ ഈശ്വരനില്ല. അബ് ഹരി ഹെ, എവിടെയാണോ ഹരി ഉള്ളത്, ഈശ്വരനുള്ളത്, മേ നാഹി, എന്താണ്? ഞാൻ എന്നുള്ളൊരു ഭാവം, അവിടെ ഒരു അഹങ്കാരം ഇല്ല. ഓക്കെ, അപ്പൊ ചുരുക്കത്തിൽ ഇത്രയുള്ള അഹങ്കാരം വെച്ചുകൊണ്ടിരിക്കുന്നത്. അഹങ്കാരം ഉള്ള ആൾക്കാരുടെ കൂടെ എന്തില്ല? ഈശ്വരനില്ല. എവിടെയാണോ ഞാൻ എന്നുള്ള ഒരു ഭാവമുള്ളത്, ഞാൻ എന്തോ വലുതാണ് എന്നുള്ള ഒരു ഭാവം ഉള്ളത്, ഞാൻ സെൽഫിഷ് ആയിട്ടുള്ള ഒരു സാധനം ഉള്ളത്, അവിടെ ദൈവം ഇല്ല എന്നാണ് പറയുന്നത്.
സബ് അന്ധിയാര, അതിന്റെ ഒരു എക്സാമ്പിൾ അവിടെ തരികയാണ്, ഒരു മെറ്റഫർ അവിടെ തരികയാണ്. സബ് അന്ധിയാര മിട്ടി ഗയ ജബ് ദീപക് ദേഖ്യ മാഹി. അതായത് ഒരു വിളക്ക് കൊണ്ടുവന്നാൽ, ഒരു ദീപം ദീപം കൊണ്ടുവന്നാൽ ഒരു സ്ഥലത്ത് മുഴുവൻ ഇരുട്ടും അണഞ്ഞു പോകുന്ന പോലെയാണ്. അതായത് നമുക്കറിയാം, വെളിച്ചമുള്ള സ്ഥലത്ത് എന്തില്ല? ഇരുട്ടില്ല. ഇരുട്ടുള്ള സ്ഥലത്ത് എന്തില്ല? വെളിച്ചമില്ല. വെളിച്ചം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇരുട്ടെന്ന് പറയാം. വെളിച്ചമുള്ളപ്പോ അവിടെ ഇരുട്ടില്ല, മാറി, വെളിച്ചം വന്നു. അപ്പൊ ഇതുപോലെയാണ് ദൈവവും. ദൈവം എവിടെയാണുള്ളത്? ഈശ്വരൻ എവിടെയാണുള്ളത്? അപ്പൊ ഇവിടെ പറയുന്ന മെറ്റഫർ എന്ന് പറഞ്ഞാല് എന്താ? വെളിച്ചം ഉള്ളിടത്ത് ഇരുട്ട് പോകുന്നത് പോലെ, വെളിച്ചം വരുമ്പോൾ, ഒരു ദീപം വരുമ്പോ അന്ധകാരം മാറിപ്പോകുന്നത് പോലെയാണ്. എവിടെയാണോ ദീപമുള്ളത് അവിടെ മാത്രമേ, അവിടെ എന്താണ്? ഞാനെന്ന് പറയുന്ന ഭാവമില്ല, അഹങ്കാരമില്ല. എവിടെയാണോ അഹങ്കാരം ഉള്ളത് അവിടെ ഞാനെന്ന് പറയുന്ന ആ ഒരു ഭാവമില്ല. ഇതാണ് ആ ഒരു സാഖിയുടെ, മൂന്നാമത്തെ സാഖിയുടെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാല്. ഇനി നാലാമത്തെ സാഖിയിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല്, സുഖിയ സബ് സംസാർ ഹെ ഖായേ അരു സോവേ, ദുഃഖിയ ദാസ് കബീർ ഹെ ജാഗെ അരു സോവേ. സുഖിയ എന്ന് പറഞ്ഞാൽ സുഖി, സുഖമുള്ള, എന്താണ്? സുഖമായിട്ട് ജീവിക്കുന്നു. സബ് സംസാർ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താ? ലോകം. ലോകമാണ് സംസാർ എന്ന് പറഞ്ഞാല്. ഖായേ എന്ന് വെച്ചാൽ കഴിക്കുക, ഖാന. സോവേ എന്ന് പറഞ്ഞാൽ സോന, അതായത് ഉറങ്ങുക. അരു എന്നിവിടെ പറയുന്നത് സോവ എന്ന് പറഞ്ഞാൽ സ്വയഹുവെ. അരു എന്ന് പറഞ്ഞാൽ ഈ അജ്ഞാൻ രൂപി അന്ധകാരം അല്ല. അരു എന്ന് പറഞ്ഞാൽ ഓർ എന്നാണ്. ഓർ, ആൻഡ്. ദുഃഖിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ദു ആ ദുഃഖമായിട്ടുള്ള. സുഖിയ എന്ന് വെച്ചാൽ സുഖമായിട്ട് ജീവിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ സുഖി. ദുഃഖിയ എന്ന് പറഞ്ഞാല് ദുഃഖമായിട്ട് ജീവിക്കുന്ന ഒരാള്. ദുഃഖിയ ദാസ് കബീർ ഹെ ജാഗെ. ജാഗെ എന്ന് വെച്ചാല് ഉറങ്ങുന്നതിന് നേരെ ഓപ്പോസിറ്റ്, ഉണർന്നിരിക്കുക. റോവേ എന്ന് പറഞ്ഞാൽ എന്താണ്? റോന, കരയുക. ഓക്കെ. അപ്പൊ സുഖിയ സബ് സംസാർ ഹെ ഖായേ അരു സോവേ, ദുഃഖിയ ദാസ് കബീർ ഹെ ജാഗെ അരു സോവേ എന്ന് പറഞ്ഞ, റോവേ എന്ന് പറയുന്നതിന്റെ അർത്ഥം സുഖമായിട്ട് ജീവിക്കുന്ന ലോകത്തുള്ള ആൾക്കാർ, ഈ സംസാറിലുള്ള ഈ ലോകത്തുള്ള ആൾക്കാരെല്ലാം എന്താണ്? സുഖമായിട്ട് ജീവിക്കുകയാണ്. ഓക്കെ. ഭയങ്കര സുഖിച്ച് ജീവിക്കുകയാണ്. കഴിക്കുക, ഉറങ്ങുക. ഖായ ഓർ സോ, നമ്മളിപ്പോഴും പറയല്ലേ, തിന്നുക ഉറങ്ങുക, തിന്നുക ഉറങ്ങുക. അതുപോലെ കഴിക്കുക, ഉറങ്ങുക, ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരാണ് അവര്. ഇനി കബീർ സ്വന്തം കാര്യം പറയുമ്പോൾ എന്താണ്? ഞാൻ ഭയങ്കര ദുഃഖിയാണ്. ഓക്കെ, ഞാൻ ഭയങ്കര ദുഃഖത്തോടെ ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും എന്റെ ചിന്തകൾ ഉണർന്നിരിക്കും. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ദൈവത്തിനെ കുറിച്ച് ഓർത്തിട്ട്. ആൻഡ് റോവേ, ഓർ റോവേ, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ദൈവത്തിനെ പറ്റിയിട്ട് ഓർത്തിട്ട്. അല്ലെങ്കിൽ ദൈവത്തിലേക്ക് ബാക്കിയുള്ള ആൾക്കാർ, അതായത് സുഖമായിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ല ശരിക്കും, എന്താണ്? അവര് അവരുടെ ഇത് വേസ്റ്റ് ആക്കുകയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ദു എന്താണ്? ദൈവത്തിനെ കുറിച്ച് എപ്പോഴും ചിന്തയിൽ ഉണർന്നിരിക്കുക, വെറുതെ ഉറങ്ങി സ്വന്തം കാര്യം നോക്കി സുഖമായിട്ട് ജീവിക്കാതെ എന്നുള്ള ഒരു സാധനമാണ്. ഓക്കെ. ഇനി അടുത്താണ് നാലാമത്തെ സാഖി. ബിരഹ് ഭുവംഗം തൻ ബസേ മന്ത്ര ന ലാഗെ കോയി, രാം വിയോഗി നാ ജീവേ ജിവേ തോ ബോരാ ഹോയി. ഓക്കെ. ബിരഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ വിരഹം എന്ന് പറയും. ഓക്കെ. ഒന്ന് എന്താ? അകന്നു പോവുക, ബ്രേക്കപ്പ്. ബ്രേക്കപ്പ് അല്ല, നഷ്ടപ്പെടുക ഒരാളെ. ബ്രേക്കപ്പ് ഒരു എക്സാമ്പിൾ അല്ലേ വിരഹത്തിന്റെ? ഭുവംഗം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഭുജംഗ് എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ സാംബ്, പാമ്പ്. ഓക്കെ. തൻ ബസേ, അതായത് വിരഹം ഒരു പാമ്പായിട്ട് നമ്മളെ പാമ്പ് എന്താ ചെയ്യുക? മറ്റേ പാമ്പാണ് ഉദ്ദേശിക്കുന്നത്, വിഴുങ്ങുന്ന പാമ്പായിരിക്കും, അല്ലെങ്കിൽ ഒരു വിഷമുള്ള പാമ്പായിരിക്കും. അത് നമ്മുടെ ദേഹത്തെ ചുറ്റിയിരിക്കുകയാണെങ്കിൽ, നമ്മുടെ ദേഹത്ത് തന്നെ ഇരിക്കുക. ബസേ എന്നുള്ള നേരത്തെ നമ്മളിപ്പോഴാണ് കണ്ട മാനിന്റെ ദേഹത്ത് തന്നെ, നാഭിയിൽ തന്നെ കസ്തൂരി ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴ. അതേപോലെ ഇവിടെയും വിരഹം ഒരു പാമ്പായിട്ട് ഒരാളുടെ കൂടെ ഉണ്ടെങ്കിൽ, അയാളുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ, മന്ത്രനലാകെ കോയി, ഒരു മന്ത്രത്തിനും ഒരു മരുന്നിനും ഒന്നിനും, ഒരു മാജിക്കിനും ഒന്നിനും അയാളെ എന്താണ്? തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല, അല്ലെങ്കിൽ അയാളെ ശരിയാക്കാൻ പറ്റില്ല. അതുപോലെയാണ് വേറൊരു കാര്യം ഇവിടെ പറയാണ്. ഇതൊരു മെറ്റഫർ ആയിരുന്നു. രാം ബിയോഗി നാ ജീവേ ജിവേ തോ ബോരാ ഹോയി. അതായത് രാം, അതായത് ഈശ്വരനുമായിട്ടൊരു വിയോഗം, ഈശ്വരനുമായിട്ട് അകന്നു കഴിയുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ജീവിക്കാൻ പറ്റില്ല.
രാമവിയോഗി ന ജീവേ, അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. ദൈവത്തിനോട് അകന്ന് ജീവിക്കാൻ പറ്റില്ല. ഇനി ജീവേതോ, ഇൻ കേസ് ജീവിക്കുകയാണെങ്കിൽ ബോറാ ഹോയി. ബോറ എന്ന് പറഞ്ഞാൽ എന്താണ്? പാഗൽ. കണ്ടില്ല, പാഗലല്ല ഇത്, പക്ഷെ മാഡ്, ക്രേസി, പറ്റില്ല. അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അയാളൊരു നില തെറ്റിപ്പോവും, പാഗലായിട്ട് പോവും. അതാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു സാഖ്യയുടെ അർത്ഥം. വിരഹ ഭുവംഗം തൻപസേ. വിരഹം ഒരു പാമ്പിനെ പോലെ നമ്മളെ ചുറ്റി നമ്മുടെ കൂടെ ഉള്ള ഒരാളാണെങ്കിൽ അവരുടെ അടുത്ത് എന്ത് മരുന്ന് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. കാരണം എന്താ? ഡീപ്പ് ഇൻസൈഡ് അവരുടെ മനസ്സിലാണ് പ്രശ്നം. അതുപോലെയാണ് ദൈവത്തിനോട് അകന്നു കഴിയാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പാകലായി പോകും എന്നാണ് പറയുന്നത്. അടുത്തത് എന്റെ ഏറ്റവും ഫേവറേറ്റ് സാഖി ഇതാണ്. നിന്ദക് നേടാ രാഖിയെ ആംഗണി കുട്ടി. കാണുന്നില്ല. ആംഗണി കുട്ടി ബന്ധായി ബിൻ സാബൺ പാണി വിന നിർമ്മൽ കരേ സുഭായി. നിന്ദ എന്ന് പറഞ്ഞാല് നിന്ദകരണ കാലം, നമ്മളെ നിന്ദിക്കുന്ന ആൾക്കാര്, നമ്മളെ എന്താണ് കുറ്റപ്പെടുത്തുന്ന, നമ്മൾക്കെതിരെ നിൽക്കുന്ന ആൾക്കാര്. നേടാ, നിക്കട്ട്, നസ്ദീക്ക് എന്നൊക്കെ പറയാം. എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, നീ എഴുതുമായിരുന്നു. നസ്ദീക്ക് എന്നും കൂടെ പറയാം. നേടാ അതായത് അടുത്ത്. എന്റെ നസ്ദീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ മേര പാസ്, എന്റെ അടുത്ത്. രാഖിയെ, രാഖി എന്ന് വെച്ചാൽ രഖിയെ, വെക്കുക എന്നുള്ള അർത്ഥമാണ്. ആങ്കണി എന്ന് പറഞ്ഞാൽ എന്താണ്? ആങ്കൻ, മുറ്റം. ഓക്കെ, വീടിന്റെ മുറ്റം, വീടിന്റെ ചുറ്റുപാട്. കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു കുടിൽ, ഹട്ട്, അല്ലെങ്കിൽ വീട്, വീട്, ഘർ എന്നുള്ള ഒരർത്ഥമാണ് ഘർ. ബന്ധായി, ഓക്കെ, ബന്ധായി എന്ന് വെച്ചാൽ നിർമ്മിക്കുക, അങ്ങനത്തെ ഒരു സാധനം. ബിൻ സാബൺ, സാബൺ എന്ന് വെച്ചാൽ എന്താണ്? സാബുൻ. സാബുൻ എന്താ? സോപ്പ്, കൈ കഴുകുന്ന സോപ്പില്ലേ അത്. പാണി ബിന, പാണി എന്ന് പറഞ്ഞാൽ എന്താണ്? പാനി എന്നാണ്. ഇപ്പൊ നമുക്ക് പഞ്ചാബി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഹരിയാന, ഹരിയാനയാണോ, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെങ്ങനെയാ പാണി എന്ന് പറയും, പാനി എന്ന് പറയുന്ന പാണി എന്ന് പറയുക. അപ്പൊ കുറെ അധികം ഭാഷകളുടെ ഒരു സങ്കലനമാണ് നമ്മുടെ കബീറിന്റെ കവിതകൾ, സാഖികൾ. നിർമ്മൽ, നിർമ്മൽ എന്ന് വെച്ചാൽ സാഫ്, ശുദ്ധിയാക്കുക എന്നുള്ള, നിർമ്മലമാക്കുക, സോഫ്റ്റ് ആക്കുക എന്നാണ് ആക്ച്വലി, പക്ഷെ ഇവിടെ ഒരു വൃത്തിയാക്കുക എന്നുള്ള അർത്ഥമാണ്. സുഭായി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വഭാവം. അപ്പൊ നിന്ദക് നേടാറാക്കിയ എന്ന് പറഞ്ഞാൽ നിന്ദക്കോ നസ്ദീക് റഖ്ന, നമ്മളെ നിന്ദിക്കുന്ന ആൾക്കാരെ നമ്മൾ എപ്പോഴും നമ്മളോട് ചേർത്ത് നിർത്തുക, നമ്മളുടെ അടുത്ത് വെക്കുക. എന്താണ് കാരണം? കാരണം പറയുന്നതിന് മുമ്പ് പറ്റുമെങ്കിൽ ആംഗണി കുട്ടി ബന്ധായി, ആംഗൻമേക്ക് ഘർ ബനാക്കെ തോ. അതായത് വീടിന്റെ അടുത്ത് തന്നെ ഒരു, സോറി, വീടിന്റെ മുറ്റത്ത് തന്നെ ഏറ്റവും അടുത്ത് തന്നെ ഒരു വീട് പണിഞ്ഞ അവരെ അത്രയ്ക്ക് അടുത്ത് നിർത്തുക, എപ്പോഴും അവരെ കൂടെ നിർത്തുക എന്നാണ് കവി പറയുന്നത്, നമ്മുടെ കബീർ പറയുന്നത്. എന്തായിരിക്കും കാരണം? ബിൻ സാബൺ പാനി ബിന, സോപ്പും വെള്ളവും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിർമ്മൽ കരയെ സുഭായി, നമ്മുടെ സ്വഭാവത്തിനെ ശുദ്ധിയാക്കാൻ പറ്റും, സാഫാക്കാൻ പറ്റും. സഫായി കർ സക്തേ ഹെ. എന്താണ് അങ്ങനെ പറയുന്നത്? എന്തായിരിക്കും അങ്ങനെ പറയുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളുടെ ചുറ്റുമുള്ള, നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാണ് അവർ ചെയ്യുക. ഓക്കെ, നമ്മളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് അവര്. അപ്പോ ഈ നമ്മുടെ ജോലി എളുപ്പമായി, അവര് നമുക്ക് നമ്മുടെ തെറ്റെല്ലാം കണ്ടുപിടിച്ച് തരും. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ച് പോകാൻ പറ്റും. അപ്പൊ നിന്ദ കർണേ വാലേക്കോ നസ്ദീഖ് റഖ്ന ഉनको, പറ്റുമെങ്കിൽ എന്താണ്? ഉनको एक घर बना के दे दे अपने आंगन में, നമ്മുടെ വീട്ടില്. ബിൻ സാബൻ പാനി എന്താണ്? സോപ്പും വെള്ളവും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ സ്വഭാവത്തിനെ വളരെയധികം ശുദ്ധിയാക്കി എടുക്കാൻ പറ്റും എന്നാണ് നമ്മുടെ കവിയോട് പറയുന്നത്. ആൻഡ് അടുത്ത സാഖി, അടുത്ത സാഖിയിലിട്ട് പോകുമ്പോ എന്താണ് പോവാത്തത്? അടുത്ത സാഖിയിലേക്ക് പോവാം. പോഥി പഠി പഠി ജഗുമുവ പണ്ഡിത് ഭയാനക കോയി ഏകായ് ആശേർ പീവ് കാ പഠേ സു പണ്ഡിത് ഹോയി. പോഥി എന്ന് പറഞ്ഞാൽ എന്താണ്? പുസ്തക് എന്നാണ് അർത്ഥം. ഓക്കെ, മുവ, ജഗ് എന്ന് പറഞ്ഞാൽ ലോകം. മുവ എന്ന് പറഞ്ഞാൽ എന്താണ്? മരണ. ജഗ് മുവ എന്ന് പറഞ്ഞാൽ ആക്ച്വലി മരിക്കുക എന്നാണ്, ലോകം വിട്ട് പോവുക. പണ്ടേത് ഭയ, ഭയ എന്ന് വെച്ചാൽ ബന്ന, ആവുക അല്ലെങ്കിൽ ഉണ്ടാകുക. ഏക്കൈ അഷിർ, അഷിർ എന്ന് പറഞ്ഞാല് അക്ഷരം, അക്ഷർ എന്ന് പറയുന്ന അർത്ഥമാണ്. പീവ് എന്ന് പറഞ്ഞാല് പ്രിയ എന്നാണ് അർത്ഥം, പക്ഷെ കുറച്ചുകൂടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈശ്വർ കാ പ്രേം,
ഓക്കെ, ഈശ്വർ അല്ലെങ്കിൽ പ്രേമം, പ്രിയം, ഇഷ്ടം, ഈശ്വരനോടുള്ള ഇഷ്ടം, ആ ഒരു അർത്ഥം. പഠേസു പണ്ഡിത് ഹോയി. പോഥി പഠി പഠി ജഗ്മുവ. കുറെ ആൾക്കാരുണ്ട് ഈ കുട്ടിയെ പോലെ ഇങ്ങനെ പഠിച്ച് പഠിച്ച് പുസ്തകങ്ങൾ പഠിച്ച് 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 ലോകം വിട്ട് മരിച്ചു പോയ ആൾക്കാര്. ലേക്കിൻ വോ ലോഗ് പണ്ഡിത് ഭയാനക് ഹോയി. എന്താണ്? പണ്ഡിതനായിട്ടല്ല, പണ്ഡിത് നൈബന, പണ്ഡിതനായിട്ടല്ല അവർ മരിച്ചു പോയത്. കുറെ ബുക്ക് പഠിച്ചു, പക്ഷെ കാര്യം ഉണ്ടായില്ല എന്നാണ് നമ്മുടെ കബീർ പറയുന്നത്. അതുപോലെ നിങ്ങൾ പുസ്തകം ഒന്നും പഠിക്കാതിരിക്കല്ലേ. എ കെ അഷിർ പീവക. പക്ഷെ എന്താണ് കബീർ പറയുന്നത്? കബീർ ആക്ച്വലി പുള്ളിക്കാരൻ എന്താണ് കുറച്ചുകൂടെ വേർബലി ആണ് ഇതെല്ലാം ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. പല പല സ്ഥലത്ത് പോയിട്ട് പ്രീച്ച് ചെയ്യുമായിരുന്നു. ഇതൊക്കെ വേഴ്സസ് ആണ്, വരികൾ. നമ്മൾ വചനങ്ങൾ എന്ന് പറയില്ലേ, അതാണ്. അതുപോലെയാണ് എക്സ്പീരിയൻസ്. എപ്പോഴും ഈ ഒരു സാഖിൽ നമുക്ക് എടുക്കാവുന്ന കാര്യം എന്ന് വെച്ചാൽ കബീർ എപ്പോഴും ഒരു ശാസ്ത്രീയ ഒരു സയന്റിഫിക് നോളജിനെക്കാട്ടിലും എപ്പോഴും പ്രിഫർ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവർക്ക് റെഫർ ചെയ്തിരുന്നത് എന്താണ്? പ്രത്യക്ഷ ജ്ഞാനം, അനുഭവങ്ങളാണ്, അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോ ആ അപ്പൊ ഇവിടെ പറയുന്നത് കുറെയൊക്കെ പുസ്തകം പഠിച്ച കുറെ ആൾക്കാർ ഇവിടെ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ പണ്ഡിതന്മാരായോ? ഇല്ല. പക്ഷെ ഞാൻ പണ്ഡിതനായി. എങ്ങനെ? എ കെ അഷിർപീവ്. ദൈവത്തിന്റെ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ, ദൈവത്തിനോടുള്ള സ്നേഹത്തിന്റെ ഒരക്ഷരെങ്കിലും പഠിച്ചാൽ മതി, നിങ്ങൾ അപ്പൊ പണ്ഡിതനായി. പഠേസു പണ്ഡിത്, അത് വായിച്ച ആൾ, അത് പഠിച്ച ആൾ പണ്ഡിതനായി എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ. കുറെ അധികം കാര്യങ്ങൾ പഠിക്കുന്നതിനെക്കാട്ടിലും ദൈവത്തിനെ പറ്റി, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിനെ പറ്റി, ദൈവത്തിനോടുള്ള സ്നേഹത്തെ പറ്റിയൊക്കെ അതിന്റെ ഒരു അക്ഷരമെങ്കിലും അറിയുന്ന ആൾ, നമ്മളിങ്ങനെ പറയത്തില്ലേ, ഇങ്ങനെയാണ് അക്ഷരം എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളിങ്ങനെ പറയത്തില്ല, എനിക്ക് സ്പോർട്സിന്റെ ABCD പോലും അറിയില്ല, എനിക്ക് വയലിൻ അല്ലെങ്കിൽ മ്യൂസിക്കിന്റെ ABCD പോലും അറിയില്ല, അതാണ് പറയുന്നത്. ഒരു അക്ഷരമെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ പണ്ഡിതനായി എന്നാണ് പറയും. ആൻഡ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സാക്ഷി എന്ന് പറയുന്നത് അയ്യം. हम घर जालिया अपना लिया मुरादा हाथी अब घर जालो तास का जय चले हमारे साथी. ഹം, ഘർ, വീട്, ജാലിയ എന്ന് പറഞ്ഞ എന്താണ്? ജലായ, കത്തിച്ചു, വീട് കത്തിച്ചു എന്നാ പറയുന്നത്. ആപ്പണ, ആപ്പണ എന്ന് വെച്ചാൽ അപ്പന, ഞാൻ എന്റെ വീട് കത്തിച്ചു. ഹം ഘർ ജലായ, ഹം എന്ന് ഇവിടെ പറയുന്നത് ഞാൻ. ഹം ഘർ ജലായ ജാലിയ ആപ്പണ, മേ അപ്ന ഘർ ജലായ, ഞാൻ എന്റെ വീട് കത്തിച്ചു. ലിയാ മുറാഡ ഹാത്തി. മുറാഡ എന്ന് വെച്ചാൽ എന്താണ്? ജൽത്തി ഹുയി ലക്കടി, ഒരു കത്തുന്ന ഉം വിറക് വീട് കത്തിച്ചിട്ട് എടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് ഇവിടെ നമുക്ക് ഈ കാണുന്ന സാധനം കാണുന്നുണ്ടോ, ഇതുമായിട്ട് കമ്പയർ ചെയ്യാം. ഒരു വെളിച്ചത്തിന്റെ, ഒരു നോളജിന്റെ, ജ്ഞാനം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നോളജ്, അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ ആര് പറയുന്നത്? ജ്ഞാനിനെ കുറിച്ചിട്ടാണ് ആര് പറയുന്നത്? ജ്ഞാനിനെ കുറിച്ചിട്ടാണ് ആര് പറയുന്നത്? കബീർ പറയുന്നത്. അപ്പൊ ഞാൻ എന്റെ വീട് കത്തിച്ചു, എന്നിട്ട് ഞാനൊരു ജൽത്തി ഹുയി ലക്കടി മേരെ ഹാത്ത് മേ ഉഠായ. ഓക്കെ, എന്റെ കയ്യിൽ ഞാൻ എടുത്തു ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന വിറക്. അതിന്റെ അർത്ഥം ഞാൻ എന്റെ മോഹമായ ഈ ഘർ എന്ന് പറയുന്നത് ഇവിടെ മോഹമായയാണ്. ലൗകിക സുഖങ്ങൾ, അതായത് എന്താ പറയാ, ലോകത്തിലെ കാര്യങ്ങൾ, അതെല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് ഞാൻ ജ്ഞാനത്തിനെ എടുത്തു. അബ് ഘർ ജാലൂം താസ്കാ. എന്താ പറയുന്നത്? ജെ ചലേ ഹമാരെ സാത്തി, ജോ ഹമാരെ സാത്ത് ചലത്തെ ഹെ. ഇനി ആർക്കാണ് എന്റെ കൂടെ വരേണ്ടത്, ഞാൻ അവരുടെ വീടും കത്തിക്കും. ഞാൻ ആ വർഗോളി എടുത്തിട്ടുണ്ട്. ഇനി അതൊരു വെളിച്ചമാണ്, അത് വെച്ചിട്ട് ആ ഇരുട്ടിനെ കെടുത്ത അങ്ങനത്തെ ഒരു സാധനമാണ് പറയുന്നത്. ഞാൻ എന്റെ കൂടെ വരേണ്ട എല്ലാവരുടെയും വീട് കത്തിക്കും. അതായത് അവരുടെ അത്യാഗ്രഹങ്ങൾ, അഹങ്കാരം, മോഹമായ അതെല്ലാം കളഞ്ഞിട്ട് അവർക്ക് അറിവ് കൊടുക്കും എന്നാണ് കബീറോടെ പറയുന്നത്. ഞാൻ എന്റെ വീട് കത്തിച്ചു, ഇതെല്ലാം മെറ്റഫറാണ്. ഓക്കെ. അല്ലാതെ കബീർ വീട് കത്തിച്ചിട്ട് ഇറങ്ങി വന്ന ആളാന്നല്ല. ഹം ഘർ ജാലിയ അപ്ന ലിയ മുറാഡ ഹാത്തി. ഞാൻ എന്റെ വീട് കത്തിച്ചു, ഒരു ലക്കടി ടുക്കട എടുത്തു, കത്തിക്കൊണ്ടിരിക്കുന്ന ജൽത്തി ഹുയി. അബ് ഘർ ജാലവും താസ്ക. ജാലോ എന്ന് വെച്ചാൽ ജലാവും, താസ്ക എന്ന് പറഞ്ഞ, താസ് എന്ന് വെച്ചാൽ എന്താ? ഉസ്ക. മേ അബ് ഉസ്കാ ഘർ ജലാऊंगा. കിസ്കാ ഘർ ജലാऊंगा, ആരുടെ വീട് കത്തിക്കും? ആ, ജോ ഹമാരെ സാത്ത് ചലനെ കെ ലിയെ തയ്യാർ ഹെ. എന്റെ കൂടെ വരാൻ വേണ്ടിയിട്ട്
ആരാണോ തയ്യാറായിട്ടിരിക്കുന്നത് അവരുടെ വീട് ഞാൻ കത്തിക്കും എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ കബീർ പറയുന്നത്. അതായത് മോഹമായ കത്തിച്ചിട്ട് ഞാനും കൊടുക്കും. അപ്പോ ഇത്രയും ആണ് കബീർ പറയുന്ന എല്ലാത്തിന്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് വാക്യ അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക. പിന്നെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നല്ല പാടായിട്ടുള്ളത് 10th CBSE എക്സാമിന് വേണ്ടിയിട്ട് എനിക്ക് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് ചെയ്തു തരുമോ ലൈൻ ബൈ ലൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ അതൊക്കെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോ താങ്ക് യു